സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി മെയിൻ്റനൻസ്, റിപ്പയർ എന്നിവ മെയ് 30 മുമ്പ് പൂർത്തീകരിക്കേണ്ടതാണ്. സ്കൂൾ സുരക്ഷയുമായി ബന്ധപ്പെട്ട് വകുപ്പ് പുറപ്പെടുവിച്ചിട്ട എല്ലാ നിർദ്ദേശങ്ങളും പാലിക്കേണ്ടതാണ്. സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് വിവിധ വകുപ്പുകളുടെ യോഗം മെയ് ആദ്യവാരം ചേരുന്നതാണ്. സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ ഓഫീസർമാരുടെ സംസ്ഥാനതല യോഗം മെയ് ആദ്യവാരം ചേരുന്നതാണ്. 2026 ജൂൺ 1 പ്രവേശനോത്സവത്തോടുകൂടി ഈ അധ്യയന വർഷം ആരംഭിക്കുന്നതാണ്. തിങ്കളാഴ്ചയാണ്. അല്ല, ഒന്നാം തീയതി. ഈ സമഗ്ര ശിക്ഷാ കേരളം വലിയ പ്രശ്നത്തിലാണ്. 1158 കോടി രൂപയാണ് കിട്ടേണ്ടത്. അതിന് ഫലമായിട്ട് SC ST ഹോസ്റ്റൽ അവിടെ കുട്ടികളുടെ പ്രശ്നങ്ങൾ, 7000 വരുന്ന അധ്യാപകരുടെ ശമ്പളത്തിന്റെ പ്രശ്നം, പാഠപുസ്തകം 1 മുതൽ 8 വരെയുള്ള പ്രിന്റിംഗ്, പ്രവേശനോത്സവം, രക്ഷകർത്താക്കളുടെ യോഗം, ഭിന്നശേഷി കുട്ടികളുടെ പ്രശ്നങ്ങൾ, പിന്നെ സ്കൂളുകൾക്ക് കൊടുക്കുന്ന പ്രത്യേക ഗ്രാന്റ്, അധ്യാപക പരിശീലനം എന്നിവ ആകെ ഇപ്പോൾ സംസ്ഥാന ഗവൺമെന്റിനെ ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. പഠന പിന്തുണ പരിപാടി 5 മുതൽ 9 വരെ ഞാൻ പറഞ്ഞു. സബ്ജക്ട് മിനിമം ഏപ്രിൽ 20 മുതൽ 27 വരെ 30% മാർക്ക് അത് പറഞ്ഞു. SCRT ആണ് അത് നേതൃത്വം കൊടുക്കുന്നത്. സെക്രട്ടറി പറയണം. ഗൾഫിലെ പരീക്ഷ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. സംബന്ധമായിട്ട് ഔദ്യോഗികമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കോൺസൽ ജനറൽ ഓഫീസ് ദുബായിക്ക് നൽകി കഴിഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ മറ്റ് നമ്മുടെ വാല്യുവേഷൻ ക്യാമ്പിന്റെ കാര്യം ബഹുമാനപ്പെട്ട മിനിസ്റ്റർ പറഞ്ഞു. മറ്റ് തയ്യാറെടുപ്പുകൾ നടക്കുന്നു. യൂണിഫോം വിതരണത്തിന്റെ കാര്യത്തിൽ പൂർണ്ണമായിട്ടും ഇൻഡസ്ട്രീസ് കൊണ്ട് നോക്കുന്നുണ്ട് പറയുകയാണ്. അതിന്റെ കംപ്ലീറ്റ് അതിന്റെ കുടിശ്ശികയും മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്തു തീർക്കുകയും അതുപോലെ ബാക്കി വേണ്ട ഫണ്ട്സൊക്കെ തന്നെ മാർച്ച് 30 മുമ്പ് തന്നെ ലഭ്യമാക്കാനും സാധിച്ചിട്ടുണ്ട്. സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ മുമ്പാകെ സ്ക്രീനിംഗ് കമ്മിറ്റി മുമ്പാകെ വയ്ക്കും. സെക്രട്ടറി സ്ക്രീനിംഗ് കമ്മിറ്റി മുമ്പാണ്. ഇതിൽ പുതിയൊരു കാര്യം വന്നിട്ടുള്ള ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല. ഇന്റേണൽ മാർക്കിന്റെ കാര്യത്തിലുള്ള പരാതി കൊടുക്കുന്നതിന് വേണ്ടിയുള്ളൊരു കമ്മിറ്റി രൂപീകരിക്കുന്ന കാര്യം പറയുന്നില്ലേ. 20 മാർക്കുണ്ടല്ലോ ഒരു കുട്ടി അല്ലേ. അത് ആ ടീച്ചറെ മാറ്റാൻ പറ്റില്ല. കാരണം ആ ടീച്ചറാണല്ലോ സബ്ജക്ട് എടുക്കുന്നത്. വേറെ ഉള്ള ആൾക്കാരെയും കൂടെ വെച്ചുകൊണ്ടുള്ള ഒരു കമ്മിറ്റി രൂപീകരിച്ച് പരാതി ഉണ്ടെങ്കിൽ കുട്ടിയുടെ പരാതി സ്വീകരിക്കുക. കാരണം ഇന്നിപ്പോൾ ഡെന്റൽ കോളേജിലൊക്കെ ഉണ്ടായ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഒരാൾ മാത്രം തീരുമാനിക്കട്ടില്ല അല്ലേ. ശ്രദ്ധയിൽപ്പെടുത്തി, പക്ഷെ അത് അംഗീകരിക്കാൻ പറ്റില്ല എന്നാണ് CBSE പറയുന്നത്. അതിനുശേഷം ഹൈക്കോടതിയെ സമീപിച്ച് കുട്ടികൾ പരീക്ഷ എഴുതി 38 കുട്ടികൾ. ഇപ്പൊ അവരുടെ റിസൾട്ട് തടഞ്ഞു വെച്ചിട്ടുള്ളത് CBSE. അപ്പൊ അവിടെ കുട്ടികളും രക്ഷിതാക്കളൊക്കെ ആശങ്കയിലാണ്. ഒന്ന് CBSEയുടെ അക്കാഡമിക് കാര്യങ്ങൾ നമ്മൾ കേരള ഗവൺമെന്റ് അല്ല നോക്കുന്നത്. അവരുടെ ബോർഡാണ് നോക്കുന്നത്. അവരുടെ കുട്ടികളോ രക്ഷകർത്താക്കളോ ഗവൺമെന്റിനൊരു പരാതി നൽകിയാൽ പിന്നെ കേന്ദ്ര CBSE ബോർഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ കുട്ടികളുടെ ഭാവി എങ്ങനെയാണെന്ന് ബുദ്ധിമുട്ടുണ്ടാവാത്ത രൂപത്തിൽ കാണുന്നതിന് വേണ്ടി നോക്കാം. അത് ഈ വർഷം കൂടെ, കഴിഞ്ഞ വർഷം നേരത്തെ പറഞ്ഞാണ്, ഈ വർഷം കൂടെ. അല്ല, അത് പിന്നെ ഒരു കമ്മിറ്റി വെച്ചിട്ടുണ്ട്. കമ്മിറ്റി റിപ്പോർട്ട് വന്നിട്ടില്ല. എന്തായാലും ഈ വർഷം കൂടെ പോട്ടെ എന്ന് കഴിഞ്ഞ വർഷം നമ്മൾ പറഞ്ഞല്ലോ. ഈ വർഷം കൂടെ പോട്ടെ. അടുത്ത വർഷം അടുത്ത അക്കാഡമിക് ഇയർ മുതൽ നോക്കാനെ പറ്റി ആലോചിക്കും.
ഈ അവധിക്കാലത്ത് ഉള്ള കുട്ടികളും രക്ഷകർത്താക്കളും എല്ലാം ധാരാളം വിളിക്കുന്നുണ്ട്. ഈ ക്ലൈമറ്റ് വളരെ വല്ലാത്ത ചൂടാണ്. ആ ചൂട് സമയത്ത് തന്നെ ഈ കുട്ടികളെയും രക്ഷകർത്താക്കളെയും സ്കൂൾ ക്ലോസ് ചെയ്ത് വീണ്ടും ചില സ്കൂളുകളിൽ, അത് പ്രത്യേകിച്ച് അൺഎയ്ഡഡ് എയ്ഡഡ് മാനേജ്മെന്റാണ്, സ്കൂളുകളിൽ കുട്ടികളെ നിർബന്ധമായിട്ട് വരണമെന്ന് പറയുകയാണ്. ഇപ്പോൾ ലേബർ ഡിപ്പാർട്ട്മെന്റ് ഒരു സർക്കുലർ ഇറക്കിയിട്ടുണ്ട്. 11:30 മണി അല്ലേ, 11:30 മണിയല്ലേ ജോലി ചെയ്യാൻ, 11:03 വരെ ജോലിയില്ല. ലേബർ ഡിപ്പാർട്ട്മെന്റ് പോലും അങ്ങനെ ഒരു തീരുമാനം കൈക്കൊള്ളുമ്പോൾ ഈ കൊച്ചു കുഞ്ഞുങ്ങളെ നിർബന്ധപൂർവ്വം വിളിച്ചുകൊണ്ടിരുത്തി ഈ അവസരത്തിൽ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല എന്ന് മാത്രം മാനേജ്മെന്റുകൾ കരുതുക. അങ്ങനെ നടത്തുന്നവരല്ല. ഇന്ന് അവസാനിപ്പിക്കാം, വേറെ ഒന്നുമില്ലെങ്കിൽ അവസാനിപ്പിക്കാം. ഓ, അല്ല, എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങളിൽ ഒരു അഭിപ്രായം പറയാനുള്ള അവകാശം ഗവൺമെന്റിനുണ്ടല്ലോ. സെൻട്രൽ ഗവൺമെന്റ് സിലബസ് ആണെങ്കിലും അതിന് NOC കൊടുക്കുന്നത്, സ്ഥാപനം ആരംഭിക്കുന്നതിനുണ്ട് NOC കൊടുക്കുന്നത് ഗവൺമെന്റ് ആണല്ലോ. ആ NOC കൊടുക്കുന്ന ഗവൺമെന്റിന് മറ്റു കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ള, കുട്ടികളുടെ പൊതുകാര്യങ്ങളെ പറ്റി പറയുന്നതിനുള്ള അവകാശമുണ്ട്. വിദ്യാഭ്യാസ അവകാശ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. അതുകൊണ്ട് പറയാൻ നോക്കും.